ഇന്നത്തെ വിഷയം നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയാണ്. ഗോപൻ സ്വാമി സമാധിയായതാണോ ഗോപൻ സ്വാമിയെ സമാധിയാക്കിയതാണോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. കാരണം ഇന്ന് കല്ലറ പൊളിക്കുന്നൊക്കെ ഇപ്പോൾ ന്യൂസിൽ പറയുന്നുണ്ട്, ഏത് നിമിഷവും പൊളിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വീട്ടുകാർ അത് സമ്മതിക്കില്ല, അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു ആയിട്ടും പറയുന്നുണ്ട്. ആദ്യം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ വാർത്ത ഒന്ന് ആദ്യം കേൾപ്പിച്ചു തരാം. സ്ലാബിന്റെ കാര്യം എന്തായി എന്നല്ലേ. ഇന്നിപ്പോ എന്തായാലും ബാലരാമപുരത്തെ സ്ലാബ് ഏത് നിമിഷവും പൊളിക്കാനായി പ്രത്യേക ഉത്തരവിറക്കില്ല. ആദ്യ ഉത്തരവ് പ്രകാരം തന്നെ തുടർ നടപടികൾ സ്വീകരിക്കും. ജില്ലാ ഭരണകൂടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് ഫോറൻസിക് സംഘത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ സ്ലാബ് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കുടുംബമുള്ളത്. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നും സമാധി വാർത്തയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ലാബ് പൊളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് തന്നെ പൊളിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം. പകൽ വെളിച്ചത്തിലാണല്ലോ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടത്. കുടുംബം പ്രതിരോധിക്കാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് കൂടുതൽ അവിടെ വരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്തായാലും ഇപ്പൊ നാട്ടുകാരിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഈ കാര്യം സത്യം അറിയണം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ റഹീസ് റഷീദ്? യെസ്, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇന്ന് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെ സ്ലാബിനകത്തിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നത് ഏറെക്കുറെ ഒരു വ്യക്തത വരും. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം മുതൽ ഏത് സമയത്തും ആ സ്ലാബ് പൊളിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ജില്ലാ ഭരണകൂടം. എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ലാബ് പൊളിച്ച് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. കാരണം ആ ബാലരാമപുരത്തെ ആ ഗോപൻ സ്വാമിയുടെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അത് കൊലപാതകമാണോ അതോ സമാധി ആയതോ എന്ന് തരില്ല. അതെന്ത് തന്നെയാലും കിട്ടി പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റൂ. അല്ലാതെ നമുക്ക് ഉറപ്പിച്ചിട്ട് എന്താ സമാധിയാക്കിയതാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരെ ബോഡി കിട്ടി പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ മാത്രമേ എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്ലറ പൊളിച്ച് സത്യം തെളിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി അവർക്ക് 2 സഹോദരിമാരുണ്ട്. പിന്നെ നാട്ടുകാരും അതിനെക്കുറിച്ചിട്ടൊക്കെ ഗോപൻ സ്വാമിയെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ അവരുടെ സഹോദരി പറയുന്ന വീഡിയോ ആദ്യം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അവർ പറയുന്നത് കേട്ട്. ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി തങ്കമ്മയ്ക്ക് പറയാനുണ്ട് നിരവധി കാര്യങ്ങൾ. ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല, ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. എന്റെ അണ്ണൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മക്കള് അംഗീകരിച്ച് ഇന്ന് മുൻപോട്ട് പോകുന്നത്. അതാണ് സത്യം. ഇതിൽ ഒരു ദുരൂഹതയും ഇല്ല. ഇല്ല, ഒരു ദുരൂഹതയും ഇല്ല. ഞങ്ങൾക്ക് പോലും എന്റെ അണ്ണൻ മരിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആരടുത്തും ഒരു വാക്ക് പറയാത്തത് കൊണ്ടുള്ള വിഷമം ഞങ്ങൾക്ക് ഇന്നുണ്ട്, അത്രേ ഉള്ളൂ. ഗോപൻ സ്വാമി സമാധിയാവുമെന്ന് നേരത്തെ നിങ്ങൾ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു? നമ്മളെ എന്റെ ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെയൊന്നും അറിയിച്ചിട്ടില്ല. കൊച്ചുകാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണന്റെ കുട്ടിക്കാലത്ത്. കാരണം നമ്മൾ കളിച്ചു വിളയാടുന്ന സമയത്തൊക്കെ എന്റെ അച്ഛന്റെ അച്ഛൻ മരുത്തോമലയിൽ സ്വാമിയായി സമാധിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ട് എന്റെ അച്ഛൻ അണ്ണന്റെ കൂടി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അണ്ണൻ ഒരാഗ്രഹം, അപ്പോഴേ ഒരാഗ്രഹം. അങ്ങനത്തെ ഒരു രീതിയിലാണ് എന്റെ അണ്ണൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി കോവിലിൽ പോവുകയും ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ശിവഭഗവാൻ. ഗോപൻ സ്വാമി സമാധിയാവുമെന്ന് കാണിച്ച് 30 വർഷം മുമ്പേ തീർത്ത കല്ലറയാണ് ഈ കല്ലറ. അതെ 30 വർഷമായ കല്ലറയാണ് ആ കിടന്ന കല്ലറ. അപ്പോഴും മനസ്സിൽ ആ ആഗ്രഹം കൂടി കൊണ്ടത് കൊണ്ടാണ് ആ കല്ലറ അവിടെ വരാനും സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ അണ്ണ എന്നൊരു കാലമായാലും അവിടെ തന്നെ സമാധിയാവും. ഈ സമാധിയെ കുറിച്ച് ബാക്കി നാട്ടുകാർ പറയുന്നതിൽ ഒരു വിശ്വാസവും സ്വന്തം സഹോദരിയായ നിങ്ങൾക്കില്ല? എനിക്കില്ല. എന്റെ അണ്ണന്റെ ദുരൂഹത എന്ന് പറയാനേ എനിക്ക് പറ്റില്ല. അത്ര വിശ്വാസമാണ് എന്റെ അണ്ണന്റെ മക്കള് എനിക്കും എന്റെ അണ്ണനെ. അല്ലാതെ ഒരു സംശയത്തിനും ഇതിന് കാരണമില്ല. അത് സത്യമായ കാര്യമാണ്. എന്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ പറയാണ്. എന്റെ കൂടപ്പിറപ്പ് ആയതുകൊണ്ടല്ല പറയണത്. അണ്ണൻ ജനിച്ച അന്ന് തൊട്ടും ഞാനും വളർന്ന അന്ന് തൊട്ടും എന്റെ അണ്ണന്റെ സ്വഭാവം അമ്പലമേ എന്ന് പറഞ്ഞ് കഴിയുന്ന ഒരണ്ണനാണ്. അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 35 കൊല്ലത്തിന് ആയതിനു ശേഷം അവര് വെജിറ്റേറിയനാണ് മാത്രമാണ് കഴിക്കാറുള്ള. മത്സ്യം മാംസം ഒന്നുമില്ല. 4 വർഷമായി ഗോപൻ സ്വാമിയുമായി പിണങ്ങി കഴിയുകയാണെങ്കിലും ഗോപൻ സ്വാമിയെ കുറിച്ച് പറയുവാൻ നല്ല വാക്കുകൾ മാത്രമേ തങ്കമ്മ ചേച്ചിക്കുള്ളൂ. പിണക്കമായിട്ട് ഞങ്ങൾക്കില്ല, വരവില്ല. അണ്ണ എന്തോ പിന്നെ ഞാൻ എന്തെന്നറിയാൻ പാടില്ല, ഞാനും പോകൂല.
അപ്പോൾ അവരുടെ സഹോദരി പറഞ്ഞത് അവരെ വീട്ടുകാർ അവരുടെ ഭാര്യയും മക്കളൊക്കെ പറയുന്നത് ശരിയാണ്. അതിൻ്റെ അകത്ത് നാട്ടുകാർ പറയുമ്പോൾ ഒരു ദുരൂഹതയും അവരുടെ സമാധിയിലില്ല. എൻ്റെ ചേട്ടൻ 30 വർഷം മുന്നേ ആ കല്ലറ തീർത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ സമാധിയാകുമ്പോൾ പറഞ്ഞില്ല, അതിനുള്ള വിഷമേ ഉള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി നാട്ടുകാർ ചില ആൾക്കാർ പറയുന്നത് കൂടി കേൾക്കാം. കാരണം പല ആൾക്കാരും പറയുന്നുണ്ട് സമാധിയാവുന്നതിന് മുന്നേ ആരെങ്കിലും ബിപിയുടെ ഗുളികയൊക്കെ കഴിച്ചിട്ടാണോ പോകുക, അതൊക്കെ പറയുമ്പോൾ അവരെന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എന്തോ ദുരൂഹതയുണ്ട്, സത്യം എന്തായാലും തെളിയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നാട്ടുകാർ പറയുന്നതും കൂടി കേൾക്കാം. ഒരു ചേട്ടൻ പറയുന്നത് അത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അവിടെ ഒരു ചെറിയ അടികളൊക്കെ നടന്നിട്ടാണ് വന്നത്. ഇവര് കുടുംബം ഈ പുള്ളി ഉണ്ടായിരുന്നു, ഗോവൻ മണിയൻ എന്നാണ് പേര്. യഥാർത്ഥത്തിൽ ഗോവൻ മണിയൻ, അവിടെ കിച്ചൺ എന്നൊക്കെ പേരുണ്ട്. അപ്പം ചെന്ന് ഇരുന്നപ്പോ ഇവർ സ്ലാബിട്ട് മൂടിയെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു കൊലപാതകമാണ്. അപ്പൊ ആ കൊലപാതകത്തിന് മറയ്ക്കാൻ കരുതി കുറെ ആൾക്കാർ ഇപ്പം കൂട്ടുപിടിച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കുറെ ഭസ്മവും കാര്യങ്ങളൊക്കെ ഇത്തകണ കുഴിക്കകത്ത് ഇട്ടാണ് ചെയ്തത്. മകന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? പുള്ളി അതിനകത്ത് പുള്ളിയുടെ വീടിനകത്ത് അടക്കുന്നൊക്കെയാണ് നേരത്തെ വരുന്നത്. അത് വീടിനകത്തല്ല, വീടിന്റെ ഫ്രണ്ടിൽ തന്നെ അടക്കിയത്. ഫ്രണ്ടിലാണ് അടക്കിയത്. സുഖമില്ലാതെ കിടന്ന് പുള്ളി ഒരു കുറെ കാലം സുഖമില്ലാതെ കിടന്നാണ്. അപ്പോഴൊരു 10-15 വയസ്സായപ്പോ 14-15 വയസ്സായപ്പോഴാണ് മരിച്ചത്. 15 ഉദ്ദേശം കറക്റ്റ് ആയിട്ട് എനിക്ക് വയസ്സിന് അറിഞ്ഞോ. ഒരു മകൻ മരിച്ചിട്ടുണ്ട്, അത് പിന്നെ ഫ്രണ്ടിലാണ് അടക്കിയിട്ടുള്ളത്. പിന്നെ പുള്ളി പ്ലാവളെ അടുത്ത് കനാലിന്റെ സൈഡിലാണ് താമസിച്ചത്, ആ ഭാഗത്താണ്. അവിടെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ആയിട്ടാണ് ഈ 6 കൂടി വന്നത്. വന്നിട്ട് 30 അവിടെ ഒരു ചെറിയ അടികളൊക്കെ നടന്നിട്ടാണ് വന്നത്. ഇവര് കുടുംബം ഈ പുള്ളി ഉണ്ടായിരുന്നു, ഈ ഗോവൻ മണിയൻ എന്നാണ് പേര്. യഥാർത്ഥത്തിൽ ഗോവൻ മണിയൻ, അവിടെ കിച്ചൺ എന്നൊക്കെ പേരുണ്ട്. അപ്പൊ ഇവിടെ വന്ന് പിന്നെ യൂണിയനിലൊക്കെ ചേർന്ന് ഇവിടെ ഇരുന്ന് ഒരു 10-25 കൊല്ലത്തേക്ക് മുമ്പ് മരുത്തുമലയിൽ ചെന്ന ഒരു ക്ഷേത്രം, പാറയുടെ മുകളിൽ ഒരു ക്ഷേത്രം പണിയായിരുന്നു. അയാളുടെ സ്വന്തമായിട്ട് അന്നൊക്കെ ആണെങ്കിൽ അന്ന് ഞാനും പൈസ കൊടുത്തു, പിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പറയും പോലെ അല്ല, ഇവർ സ്വന്തമായിട്ട് അങ്ങനെ അയാളെ അധ്വാനത്തിൽ മാത്രം ഉണ്ടാക്കിയതല്ല. യൂണിയനിൽ നിന്ന് എല്ലാ ആളുകളും പൈസ കൊടുത്തു, ഞാൻ ഉൾപ്പെടെ കൊടുത്തു, കോവിൽ വയ്ക്കാൻ വേണ്ടിയേ. അന്ന് യൂണിയനിലുള്ള ആൾക്കാരെല്ലാം അന്ന് മലക്കറി ലാറിയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ രസീത് കൊടുത്താണ് ഇയാൾ വാങ്ങിക്കുന്ന പൈസ. പിന്നെ കോവിൽ വെച്ചു, അഗസ്ത്യാർമുനി ആദ്യം, പിന്നീട് കോവിൽ വന്നു. നല്ല ഭക്തിയുള്ള കോവിലാണ്, നമ്മൾ വിശ്വാസമുള്ള കോവിലാണ്. പിന്നെ പിള്ളേർ രണ്ടും ശരിയല്ല, ആണ് കുഴപ്പം. എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു പ്രശ്നം? ഈ കൊച്ചുങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെ കോവിലിൽ തന്നെ മക്കൾ കാണുന്ന ഇവിടെ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു, താഴോട്ടിറങ്ങാൻ വേണ്ടി ഒരു വഴിയുണ്ട്. നമ്മളെ വീട് കണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ ഇയാൾ ഈ വാഴ വെച്ചങ്ങ് അടച്ചു. ആദ്യം എല്ലാവരെയും സോപ്പിട്ട് ഈ കാണുന്ന റോഡെല്ലാം ആൾക്കാർ ചുമ്മാ കൊടുത്തതാ. വേറെ ഇനി അവരുടെ മകൻ ആ അച്ഛൻ്റെ സമാധിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ കൂടി കേൾപ്പിച്ചു തരാം. ചെന്നിരുന്ന ഉടനെ ആകുന്നതല്ല, അതിന് ഓരോ യോഗകളുണ്ട്, ഓരോ ധ്യാനങ്ങളുണ്ട്. അത് ആദ്യം വെറുതെ ചെന്നിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മോക്ഷ പ്രാപ്തിയിലേക്ക് എത്താനും പറ്റില്ല, സമാധിയാകാനും പറ്റത്തില്ല. അതിന് ഓരോ യോഗങ്ങളുണ്ട്, ഓരോ ധ്യാന രീതികളുണ്ട്. അപ്പോൾ നിങ്ങൾ അവർക്ക് പറഞ്ഞത് കേട്ടല്ലോ, ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ കല്ലറ തുറന്ന് അത് സമാധി ആയതാണോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള സത്യം തെളിയട്ടെ. കാരണം അത് കല്ലറ തുറന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് അവരുടെ ബോഡി ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്താണ് സത്യം എന്നുള്ളത് തെളിയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് സത്യം തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.